ഞാൻ കട്ട് ചെയ്യണു. നമ്മുടെ ഇവിടുത്തെ ബാറിലെ മുതലാളിയാണ്. 1000 രൂപ ഇട്ട് എന്ന് കഴിഞ്ഞാല് കെട്ടിയാന് വിട്ടുകാരാന്ന്. ഞാൻ അങ്ങേർക്കൊരു വില ഇട്ടിട്ടുണ്ട്. എങ്കിൽ അത് കൊടുക്ക. 25-നായ പൈസ. നിന്റെ അപ്പന് കൊടുക്കണേ 25 പൈസ. എടി നീ എന്ത് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് വരൂലെന്ന് വിചാരിച്ച? അങ്ങനെ വേണ്ടല്ലോ എടി. 1000 രൂപ കൊടുത്ത് എന്നെ അവിടെ നിരക്കാനായിട്ട് 1000 കൂടുതൽ ആൾക്കാർ അവിടെ വന്ന്. അറിയാമോ നിനക്ക്? ഓ മനുഷ്യ, കാര്യമായിട്ട് പറഞ്ഞതാണ്. അതേടി, ഞാൻ ലക്ഷങ്ങൾ കൊടുക്കാനുള്ള ആൾക്കാരാണ് എന്നെ അന്വേഷിച്ച് അവിടെ വന്നത്. അറിയാമോ നിനക്ക്? എങ്കിൽ കോടീശ്വരന്മാര് പോലും നിങ്ങളുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കും. നിർത്തലിന്റെ പ്രസവം അത് നിങ്ങൾ സമ്മതിക്കണ്ടേ? അതല്ലേ പ്രസംഗം. എടി, സ്വന്തം ഭർത്താവിനൊരാപത്ത് വരുമ്പോ കണ്ടില്ല നടിച്ചവളല്ലേ നീ? അത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിരിക്കണത്. ഒരു ജീവിതമാകുമ്പോ ചിലത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണമെന്ന്. ആടി, ഞാൻ കൊക്കയിൽ വീഴുമ്പോഴും ഇത് തന്നെയാണ് നീ പറയണോടി. നിങ്ങൾ എന്തെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം നടത്തി തന്നിട്ടുണ്ടോ മനുഷ്യ ഇതുവരെ? നിന്റെ ഏതാഗ്രഹോടി ഞാൻ നടത്തി തരാത്തത്? നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടത്തി തന്നിട്ടുണ്ട്. ഒരാഗ്രഹം ഒഴിച്ച്, ഞാൻ ചാവണമെന്നുള്ള ആഗ്രഹം മാത്രം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ തന്നിട്ടില്ലെന്ന്. ദൈവമേ, എന്റെ നല്ല പ്രായത്തിൽ എന്ത് നല്ല ചെത്ത് ചക്കന്മാരാണ് എന്റെ പുറകെ നടന്നിട്ടുള്ളതെന്നറിയാമോ? എനിക്ക് എന്നിട്ട് കിട്ടിയത് ഈ കോന്തനെയുള്ള ദൈവമേ. ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ നല്ല പെണ്ണുങ്ങളുടെ പുറകെ പോയി. കള്ളി എത്ര ചെക്കന്മാര് നിന്റെ പുറകെ. അപ്പൊ തന്നെ നിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ മനസ്സിലാക്കണമായിരുന്നല്ല ദൈവമേ ഭഗവാന്. എടി, നിനക്കറിയാമോ 1000 പെണ്ണുങ്ങളെങ്കിലും എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. അറിയാമോ നിനക്ക്? 1000 പെണ്ണുങ്ങളെ കെട്ടിയിട്ട് കഴുത്തിന് കത്തി വെച്ച് കഴിഞ്ഞാല് പെണ്ണുങ്ങൾ ഐ ലവ് യു പറയാണ്ട് എന്ത് ചെയ്യും? ഓടി ഭദ്രകാളി മൂശാട്ട് മൂതുകൊരങ്ങ് വംശനാശം വന്ന ആഫ്രിക്ക പായാലേ. ഇപ്പൊ ഞാൻ ഭദ്രകാളി. നേരത്തെ എന്തു വർണ്ണനായിരുന്നു. ഞാനെല്ലാനും ഓർക്കണുണ്ടടി. എന്റെ പൊന്നെ പാല എന്നും പറഞ്ഞ് നടന്നിരുന്ന ആളാണ്. എടി, നിന്നോട് പൊന്നെ പാല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആ സമയത്ത് പൊന്നിന് 1000 രൂപയും പാലിന് 1 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് അറിയാമോ നിനക്ക്? എന്നാൽ ഇന്ന് പൊന്നിന് 10,000-ന് മുകളിലാണ് വില. അറിയാമോ നിനക്ക്? പിന്നെ ഞാനതങ്ങനെ വിളിക്കുന്നില്ല. നിങ്ങൾ കുടിച്ചല്ല മനുഷ്യൻ ഇവിടുത്തെ കാശ് മൊത്തം കളഞ്ഞു കുളിച്ചത്. എടി, ഞാൻ എത്ര കുടിച്ചാലും 2 പെമ്മക്കളെ കെട്ടിയില്ലേടി? എന്ത്? അല്ലടി, കെട്ടിച്ചയച്ചില്ലേ? പിന്നെ വീടിന്റെ സൈഡിലെ 2 മുറി 2 ചെറുപ്പക്കാർക്ക് വാടക കൊടുത്ത് അവര് 2 പെമ്മക്കളെ എങ്ങോട്ടങ്ങോട്ട് പോയി. ശല്യം ഒഴിഞ്ഞല്ല, ശരിക്കും എന്റെ ടാർഗറ്റ് നീയായിരുന്നു. പക്ഷെ അവരെ കൊണ്ട് പോയി. പിന്നെ അപ്പന് കഞ്ഞോളം തരാത്തൊരു മോനില്ലേടി നിനക്ക്? അവരല്ല മനുഷ്യ നിങ്ങൾക്ക് പട്ടടിക്കാൻ കാശ് തരുന്നത്. നായി കഞ്ഞോളം തന്നെ ഇല്ലല്ലോ. എടി, നീ എന്നെ വിസ്തരിക്കൊന്നും വേണ്ട. നീയും ആ മീൻ വിൽക്കണ സേതുവായിട്ട് എന്താടി ബന്ധം? ദൈവമേ, തമ്പുരാന് നിരക്കാത്തതൊന്നും പറയല്ലേ നിങ്ങള്. ആരാണ് നിങ്ങളോട് ഈ അപവാദം പറഞ്ഞുണ്ടാക്കിയത്? എടി, നിങ്ങളുടെ ബന്ധം അവന്റെ കൊട്ടയിലെ മീൻ പോലെ ചീഞ്ഞ് നാറിയില്ലേടി? നാറി. ഞങ്ങള് തമ്മിൽ എന്ത് ബന്ധമാണ് മനുഷ്യ? പറ നിങ്ങള്. എല്ലാവരും പറയണ്ടല്ലാടി നീ അവന്റെ കയ്യിൽ നിന്ന് മാത്രം മീൻ പേടിക്കോളന്ന്. പിന്നെ മീൻകാരുടെ കയ്യിൽ നിന്ന് മീൻ പേടിക്കാണ്ട് പന്ത് കളിക്കാരുടെ കയ്യിൽ നിന്ന് മീൻ പേടിക്കണം. എടി, അവൻ മാത്രം മീൻകാരനുള്ള? അവൻ മാത്രമേ കടം തരത്തുള്ളൂ. എടി, അവനും നീയുമായിട്ട് ഒരു ബന്ധമില്ലേ? ഇല്ല. ഉറപ്പാണ്? ഉറപ്പ്. നിങ്ങളുടെ 3 പിള്ളേരാണ്, എന്റെ 3 പിള്ളേരാണ്. സത്യം, ഉറപ്പ്. ദൈവമേ, നീ അവനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഷാപ്പിൽ വെച്ചുവെച്ചാക്കായിരുന്നു. കളഞ്ഞു കുളിച്ചില്ലടി നീ. എന്റെ മുടി കാർക്കൂന്തലാണ് പനംകൊരയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ചോറിലൊരു മുടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തേപ്പും തെറിയാണ് ഇപ്പൊ പറയണത്. നിങ്ങൾക്ക് വല്ലതും ഓർമ്മയുണ്ടാ? എടി, നീ ഓരോ മുടി ഓരോ കറിയിലിടാതെ ഒന്നിച്ചൊരു മുടിക്കറി ഉണ്ടാക്കി കൊണ്ടുവന്ന ഞാൻ നിനക്ക് നിന്റെ വളൂരി പോടി. എന്ത് പറഞ്ഞടോ? എന്ത് പറഞ്ഞടി? അമ്മേ, അയ്യന്റെ ദൈവമേ. അയ്യോ ഒന്നെന്നെ ദുഷ്ടൻ. എന്താണ് സ്ത്രീകളെ കൈവെക്കുന്നോ? ഇവിടെ എന്താ അയലോകാർക്കൊന്നും കിടന്ന് ഉറങ്ങണ്ടേ? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ എന്റെ വീട്ടിൽ കിടന്നാണ് ഉറങ്ങണത്? അല്ല. എനിക്ക് പിന്നെ എന്തിനാണ് നീ ഇവിടെ വന്നാക്കണത്? നീ നിന്റെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണ പട്ടി. എടോ വൃത്തികെട്ടവനെ, നീ പെണ്ണുങ്ങളെ കൈവെക്കുമല്ലേ? അമ്മേ, അയ്യോ കൊന്നേ. അയ്യോ, എന്റെ ഭർത്താവിനെ തല്ലാൻ നിന്നോട് ആരാ പറഞ്ഞത്? അല്ല, നിങ്ങളെ തല്ലണ കണ്ടപ്പോ സഹിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ 1-2 ഒക്കെ പറഞ്ഞ് 1 തള്ളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്റെ ഭർത്താവിനെ നീ തല്ലണ്ട ഒരാവശ്യമില്ല. ശരിയല്ല മനുഷ്യ? കറക്റ്റാടി നീ പറഞ്ഞത്. ചട്ടിങ്ങല്ലൊക്കെ പോകുമ്പോ തട്ടിമുട്ടയൊക്കെ ഇരിക്കും. ഒരു പട്ടികൾ ഇതിലേടെ പറഞ്ഞ ചേട്ടാ, കൊല്ലണ്ട. പ്രേക്ഷകരെ, നിങ്ങളറിയാൻ വേണ്ടി പറയണേണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചെന്ന് പറഞ്ഞ ഇതുപോലുള്ള ആൾക്കാർക്ക് ഇതൊരു പാഠമാവട്ടെ.